कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शन रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे കലംകണ്ടത്തൂർ നരസിംഹമൂർത്തി ക്ഷേത്രം അഥവാ മായന്നൂരിലെ നരസിംഹമൂർത്തി ക്ഷേത്രം. ക്ഷേത്രഭൂമിയുടെ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും മനസ്സിലാക്കി ഉത്സവ നാളുകളിൽ, അതായത് സപ്താഹയജ്ഞം പൂർത്തിയാകുന്നതിൻ്റെ ആറാട്ടിനും അനുബന്ധിച്ചുള്ള കാഴ്ചകളും കണ്ടു കഴിഞ്ഞ നാം ഇന്ന് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു ചില വിശ്വാസങ്ങളെ അറിയാൻ തുടങ്ങുകയാണ്. ഈ ക്ഷേത്രവുമായി ചേർന്ന് തന്നെ മറ്റൊരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൻ്റെ വീതിയിൽ നിന്നൊരൽപ്പം, അതായത് വടക്കോട്ടാണ് ഭാരതപ്പുഴയിലേക്ക് പോകേണ്ടത് നാം പറഞ്ഞുള്ളൂ. ആ വടക്കോട്ട് ഭാരതപ്പുഴയിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് തൃക്കുമാരകുടം എന്നൊരു പ്രദേശത്തെത്താനുണ്ട്. ഒരു ചെറിയ ക്ഷേത്രമാണ്, പക്ഷേ ഈ ക്ഷേത്രവുമായി ഏറെ ബന്ധമുള്ള ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ കാഴ്ചകൾ ആരംഭിക്കുന്നത്. എന്നാൽ പതിവ് തെറ്റിക്കുന്നില്ല. ഈ ദിവസത്തെ മനോഹരമാക്കുന്ന എല്ലാ കാഴ്ചകൾക്കുമൊപ്പം അമ്മയുടെ വാക്കുകളാകുന്ന സൂര്യൻ തേജസ്സാകട്ടെ. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ നമ്മുടെ ഈ ശരീരം ശാശ്വതമല്ല. അത് ഏത് നിമിഷവും നശിക്കാവുന്നതാണ്. എത്രയോ ജന്മങ്ങൾക്ക് ശേഷം കിട്ടുന്നതാണ് മനുഷ്യജന്മം. മൃഗതുല്യം ജീവിച്ച് അത് പാഴാക്കിയാൽ പിന്നെയും കൃമികീടങ്ങളായി ജനിക്കേണ്ടി വരും. അമ്മയുടെ ഈ വാക്കുകൾ ചിന്തയിൽ ദീപം തെളിയിക്കട്ടെ. പ്രപഞ്ചശക്തികളുടെ പ്രഭവ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രദർശനം ശരീരത്തിനെ ഊർജ്ജസ്വലമാക്കുന്നു, മനസ്സിനെ നിർമ്മലമാക്കുന്നു. ഓരോ ദേശത്തിന്റെയും സംസ്കാരത്തിന്റെയും ജീവിത രീതികളുടെയും അടിത്തറയാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രാചാരങ്ങളും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും അറിഞ്ഞുകൊണ്ട് പുണ്യവീഥികളിലൂടെ ഒരു പ്രദക്ഷിണം.
എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണിക്ക് പ്രദക്ഷിണം. തപോഭൂമിയും കൃഷിഭൂമിയും ഒരു ഗ്രാമജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും ഉള്ള മായന്നൂർ എന്ന ഈ ദേശത്തെത്തിയെന്ന ഒറ്റപ്പാലം എന്നത് തന്നെ കേരളത്തിലെ മനോഹരമായൊരു പ്രദേശമാണ്. മനോഹരമായൊരു സൗന്ദര്യമാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. ആ മായന്നൂരിൻ്റെ കാഴ്ചകളിൽ മായന്നൂരിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം കണ്ടു കഴിഞ്ഞു. ഇനി മറ്റൊരു ക്ഷേത്രത്തിലേക്കുള്ള യാത്രാമധ്യയിലാണ്. ഭാരതപ്പുഴയിലേക്ക് പോകുന്ന വഴി ഒരല്പം നടന്ന് പിന്നീട് നാം തൃക്കുമാരകുടം എന്ന ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ്. ക്ഷേത്രവും ക്ഷേത്രവിശ്വാസങ്ങളും അരയാൽത്തറയും ഗ്രാമജീവിതവും ഗ്രാമീണരായ മനുഷ്യരും അവരുടെ ഒത്തുചേർന്നുള്ള മനസ്സിൻ്റെ അല്ലെങ്കിൽ ഒത്തുചേർന്നുള്ള ശ്രമത്തിൻ്റെ ഫലമായി ഉയർന്നു വരുന്ന ക്ഷേത്ര ഉത്സവ കാഴ്ചകളും ഒക്കെ കാണുവാൻ എത്തുന്നതാണ്. എപ്പോഴും ഒത്തുചേർന്ന് നിന്നാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ സൗഭാഗ്യങ്ങളെക്കുറിച്ച് പറയുവാനായി ഈ ദിവസം ഇങ്ങനെ ഒത്തുചേരുമ്പോൾ ഇനി കാണാം ധന്യമീ ദിനം. ലോകം ഉണ്ടായ കാലം മുതൽക്ക് തന്നെ ഒരാളും പറഞ്ഞു കൊടുക്കാതെ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഭാഗ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യം സജ്ജന സമ്പർക്കമാണ് എന്നത്. നിങ്ങൾ ആരോ ആയിക്കൊള്ളട്ടെ, അറിയേണ്ടത് നിങ്ങളുടെ കൂട്ടുകാരൻ ആരാണ്. നിങ്ങൾ ഏറ്റവും അധികം അടുത്ത് ഇടപഴകുന്ന 10 പേരുടെ പേര് കിട്ടിയാൽ നിങ്ങളുടെ സ്വഭാവം മനസ്സിലാവും. നിങ്ങൾ ദുഃഖിക്കുന്നവനാണോ സന്തോഷിക്കുന്നവനാണോ എന്ന് മനസ്സിലാവും. അയൽവാസി ആര്? അത് ചെറിയ ഒരു ചോദ്യം അല്ല. ഈ സജ്ജനങ്ങളുമായിട്ടുള്ള ബന്ധം പ്ലസൻ്റ് വൈബ്രേഷൻ ഉള്ള സ്ഥലത്ത് താമസിക്കുക. പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ദുഃഖം തോന്നും. കാരണം ആ പശ്ചാത്തലത്തിലൊക്കെ ജനിക്കുന്ന ഒരു കുട്ടിയുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് വിഷമം തോന്നും. പ്ലസൻ്റ് വൈബ്രേഷൻ ഉള്ള സ്ഥലങ്ങളുണ്ട്. പ്ലസൻ്റ് വൈബ്രേഷൻ ഉണ്ടാക്കുന്ന വ്യക്തികൾ ഉണ്ട്. അത്തരം വ്യക്തികളുടെ പാദം നമസ്കരിക്കുന്ന ഉത്തമം. അവരെ കാണുന്നത് തന്നെ പുണ്യകർമ്മം ആണ്. അവരുടെ ശബ്ദമൊന്ന് കേൾക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ജീവിതത്തെക്കുറിച്ച്, സ്വന്തം ജീവിതത്തിൻ്റെ ഐശ്വര്യത്തെക്കുറിച്ച് പറയുമ്പോൾ വാങ്ങുന്ന ശമ്പളം മാത്രം അല്ല പ്രാധാന്യം. ശമ്പളം മാതിരി തന്നെ ബാക്കി കാര്യങ്ങളെക്കാൾ തന്നെ പ്രാധാന്യം ആരുമായിട്ടാണ് കൂട്ടുകെട്ട്, ആരാണ് നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചത്. ഇന്ന് രാവിലെ ധന്യമീ ദിനം കേൾക്കുന്നതിന് മുമ്പേ ആരോടോ ഒരാളോട് സംസാരിച്ചല്ലോ. ആ വ്യക്തി പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളിൽ ദുഃഖമോ സന്തോഷമോ എന്തോ ഉണ്ടാക്കിയല്ലോ. ഇന്നത്തെ ദിവസത്തെ മുഴുവൻ അസ്വസ്ഥതയും കാരണം എന്താണ്? ആ വ്യക്തിയായിട്ട് സംസാരിച്ചുകൊണ്ടാണല്ലോ. അതിന് പകരം മറ്റൊരു വ്യക്തിയാണ് നിങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തിയെങ്കിൽ ഇന്നത്തെ ദിവസം മുഴുവൻ സന്തുഷ്ടനായിരിക്കുമല്ലോ. രാവിലെ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ ആരോഗ്യം മുഴുവനെ പോയിപ്പോയല്ലോ എന്ന് പറയുന്ന വ്യക്തിയെ കണ്ട അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് നരകമായിട്ട് മാറില്ലേ? ഉന്മേഷവാനാണല്ലോ എന്നൊരു ചോദ്യമാണ് കേട്ടതെങ്കിൽ നമ്മൾ ഉന്മേഷവാനാവുമല്ലോ. അതുകൊണ്ടാണല്ലോ വേദാന്തത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ ദിവസം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥ നാരദ മഹർഷി മഹാവിഷ്ണുവിനോട് ചോദിച്ചു, ഈ സത്സംഗത്തിന് എന്താ അത്ര പ്രാധാന്യം? ഈ ഒരു വാക്ക് എല്ലാവരും പറയും, സത്സംഗം.
ഇതിനെന്താ അത്ര പ്രാധാന്യം? പണ്ട് ദേവാലയങ്ങളിലേക്കൊക്കെ നടന്നിട്ടാണ് പോയിരുന്നത്. അപ്പം അതുപോലെ നടന്നു പോകുന്നവരെ വഴിയിൽ വെച്ച് കാണും. അപ്പോൾ ഈ നടത്തത്തിൽ മുഴുവൻ സത്സംഗം കിട്ടിക്കൊണ്ടിരിക്കും. ദേവാലയം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതാണ്. വിഷ്ണു നാരദ മഹർഷിയോട് പറഞ്ഞു, ഒരു പ്രത്യേക സ്ഥലം പറഞ്ഞിട്ട് പറഞ്ഞു, അവിടെ പോയാൽ ഒരു പുഴു ഇങ്ങനെ അരിച്ചു വരുന്നതാണ്. ആ പുഴുവിനോട് ചോദിക്കൂ സത്സംഗത്തിൻ്റെ പ്രാധാന്യം എന്താണ്. അപ്പം ആ പുഴു പറഞ്ഞു തരുമല്ലോ എന്ന് വിചാരിച്ച് നാരദ മഹർഷി ആ പുഴുവിനോട് പറഞ്ഞു, വിഷ്ണു പറഞ്ഞതനുസരിച്ചാണ് ഞാൻ വരുന്നത്. ഞാൻ നാരദ മഹർഷിയാണ്. സത്സംഗത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് എനിക്ക് പറഞ്ഞു തരണം. ഇത് കേട്ടതും പുഴു അങ്ങോട്ട് ചത്തുപോയി. പിന്നെ ചോദിക്കാൻ ആളില്ല. നിരാശനായിട്ട് നാരദ മഹർഷി വിഷ്ണുവിൻ്റെ അടുത്തെത്തി. എന്തേ ചോദിച്ചില്ലേ എന്ന് ചോദിച്ചു. അല്ല, പുഴുവിനോട് ചോദിച്ചതും എന്നെ കണ്ടതും പുഴു ചത്തുപോയി, ഇനിയിപ്പോൾ എങ്ങനെയാണ് ചോദിക്കുക? അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, ഒരു പ്രത്യേക സ്ഥലം പറഞ്ഞു കൊടുത്തു. അവിടെ ഒരു പശു ഇപ്പോൾ പ്രസവിക്കാൻ പോവുകയാണ്. ആ പുതുതായി ജനിച്ച പശുക്കുട്ടിയോട് ചോദിക്കൂ സത്സംഗത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന്. ആയിക്കോട്ടെ, അവിടുന്ന് പോന്നു. പശു പ്രസവിച്ച് കിടക്കുന്നു. ആ പ്രസവിച്ച് കിടക്കുന്ന പശുവിൻ്റെ അടുത്ത് ചെന്ന് നവജാത ശിശുവിനോട് ചോദിച്ചു, ഞാൻ നാരദ മഹർഷി, വിഷ്ണു പറഞ്ഞു വരികയാണ്, എന്താണ് സത്സംഗത്തിൻ്റെ പ്രാധാന്യം, എനിക്ക് പറഞ്ഞു തരണം. അത് കേട്ടതും പശുക്കുട്ടി ചത്തുപോയി. ഇനിയിപ്പോൾ വേറെ യാതൊരു നിർവാഹവുമില്ല. വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്നു. വിഷ്ണു പറഞ്ഞു, സത്സംഗത്തിൻ്റെ പ്രാധാന്യം അറിയണമല്ലേ? അപ്പോൾ പറഞ്ഞു, പുഴു ചത്തു, പശുക്കുട്ടി ചത്തു. ഇതാപ്പം ഉണ്ടായത്. ഒന്നേ നിർവാഹമുള്ളൂ. ആ രാജ്യത്തെ രാജ്ഞി ഇപ്പോൾ പ്രസവിക്കുന്നു. ആ കുട്ടിയോട് പോയി ചോദിക്കുക. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, ഇതിപ്പോൾ അബദ്ധാവുമല്ലോ, പുഴു ചത്തു, പശുക്കുട്ടിയും ചത്തുപോയി. ഇനി രാജ്ഞി പ്രസവിച്ചിട്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവരും കൂടി എൻ്റെ നേരെ ആക്രമിക്കില്ലേ? പക്ഷേ പറഞ്ഞു, ആ കുട്ടിക്കൊന്നും സംഭവിക്കില്ല, ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ രാജ്ഞി പ്രസവിച്ച കുട്ടിയോട് ചോദിച്ചു. കുട്ടി പറഞ്ഞു, സത്സംഗത്തിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞു തരാം. ഞാനൊരു പുഴുവായിരുന്നു. അങ്ങയുടെ മുഖം കണ്ടോടുകൂടി എനിക്ക് അത് സത്സംഗമായി മാറി. ആ ജന്മത്തിൽ നിന്ന് മോചനം കിട്ടി, പ്രമോഷൻ കിട്ടി. ഞാൻ പശുക്കുട്ടിയായിട്ട് ജനിച്ചു. പക്ഷെ അങ്ങയെ കണ്ടതോടുകൂടിയിട്ട് എനിക്ക് വീണ്ടും പ്രമോഷൻ കിട്ടി. എനിക്ക് നല്ലൊരു കുടുംബത്തിൽ മനുഷ്യക്കുട്ടിയായിട്ട് ജനിക്കാനായിട്ട് കഴിയും. ഇത് കുട്ടികളോട് ആദ്യം പറഞ്ഞു കൊടുക്കുന്ന കഥയാണെങ്കിലും ശരി, ഈ സത്സംഗമുണ്ടാക്കുന്ന മാനസികാവസ്ഥയുടെ വ്യത്യസ്ത ഘട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പര്യാപ്തമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സജ്ജനങ്ങളുമായിട്ട് സമ്പർക്കമുണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.
നാമജപത്തിന്റെ ഐശ്വര്യവുമായി ഭഗവതി ഹേശിതി കണ്ഠ കുടുംബിനി ഭൂരി കൃതേ. ഉപനിഷത്തിന്റെ പൊരുൾ തേടി സംവത്സരങ്ങൾ കഴിഞ്ഞാൽ പോലും അജ്ഞാനികൾക്ക് ഈശ്വരൻ എവിടെയാണെന്നറിയില്ല. ഭാഗവത കഥാസാരവുമായി ഭഗം എന്ന് പറയുന്ന ഗുണമുള്ള ഈശ്വരൻ ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചു. ഈശ്വര സന്നിധിയിൽ 1000 ദീപങ്ങൾ ഒഴിഞ്ഞ പുണ്യവുമായി നിങ്ങളുടെ സന്ധ്യാനേരങ്ങളെ ഭക്തിയുടെ നൈർമല്യതയിലേക്ക് കൈപിടിച്ചുയർത്തുന്നു സന്ധ്യാദീപം. ദിവസവും വൈകുന്നേരം 6:30. പഴക്കത്തിൻ്റെ കാര്യത്തിൽ മായന്നൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിനോളം തന്നെ സൂചനകൾ അത്ര തന്നെ പഴക്കമുണ്ട് എന്ന് സൂചനകൾ നൽകുന്നൊരു ക്ഷേത്രമാണ് നാം ഇപ്പോൾ എത്തിയ തൃക്കുമാരകുടം ക്ഷേത്രം. തൃക്കുമാരകുടം എന്ന നാമത്തിൽ കൂടുതലായും ചേർന്ന് നിൽക്കുന്ന കുമാരഭാവമാണ്. അതായത് സുബ്രഹ്മണ്യ ഭാവം. സുബ്രഹ്മണ്യനെയാണ് കുമാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരു കാലത്ത് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ, ഒരുപാട് പഴക്കമുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ കേരളത്തിൽ പൊതുവിൽ കുറവാണ്. കാരണം പിന്നീടൊരു കാലത്താണ് തമിഴ് സ്വാധീനം ശക്തമായതിനു ശേഷമാണ് ഇവിടെ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ ഉണ്ടായി വരുന്നത്. ആദ്യകാല ക്ഷേത്രങ്ങൾ അയ്യപ്പൻ കാവുകളോ ഭഗവതി കാവുകളോ ആയിരുന്നു. പിന്നീട് വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും ക്ഷേത്രങ്ങളാണ് ഇവിടെ കൂടുതലായും ഉണ്ടായി വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് കാണാനാകുന്നത് സ്വയംഭൂവായ സാന്നിധ്യമാണ്. സ്വയംഭൂ ശിലയിൽ ശിവലിംഗ സാന്നിധ്യമുണ്ട്. ഒരല്പം താഴ്ന്ന രീതിയിൽ, സാധാരണ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിനും താഴ്ന്ന നിലയിലാണ് ശിവലിംഗം കാണുന്നത്. ഈ ശിവലിംഗം സാന്നിധ്യമാകുന്നതിന് തൊട്ടരികിലായിട്ടാണ് സുബ്രഹ്മണ്യനും ഗണപതിക്കും സാന്നിധ്യമുള്ളത്. എന്നാൽ സുബ്രഹ്മണ്യന് വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നുണ്ട്. മയിൽ വാഹനത്തെ തന്നെ നേരെ മുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് കൊണ്ട് സുബ്രഹ്മണ്യന് വലിയ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കാം. മാത്രമല്ല ഇവിടെ തൈപ്പൂയ നാളിലും വിശേഷാൽ കാവടിയും അങ്ങനെയുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ സാധാരണ പതിവുള്ള എല്ലാ ആഘോഷങ്ങൾക്കും വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഇതിൻ്റെ വലിപ്പം കൂടിയ ചതുരാകൃതിയാണ്. വലിപ്പം കൂടിയ ചതുരാകൃതി, അകത്ത് വൃത്തം, വലിയ ഒരു ചതുരത്തിന് അകത്ത് വ്യാസം വളരെ കൂടുതലായി വരികയും പുറം ചുമരിന് കട്ടി കൂടുതലായി വരികയും ചെയ്യുന്ന ആ പഴയ നിർമ്മാണ രീതി അങ്ങനെ തന്നെ അവലംബിച്ചിട്ടുണ്ട്. പിന്നെ മുൻപ് കാലത്ത് ഒരു നമസ്കാര മണ്ഡപം മുന്നിലുണ്ടായിരുന്നു എന്നതിൻ്റെ സൂചന നമുക്കിവിടെ കാണാനാകും. മുൻപ് അങ്ങനൊരു സൂചന ഉണ്ടാകുന്നതിൻ്റെ കാരണം ഈ ഒരു നമസ്കാര മണ്ഡപത്തിന് മുകൾ തട്ടോ തൂണുകളോ ഒന്നും കാണാതെ തട്ട് മാത്രം കാണുകയാണ്. ഒരുപക്ഷെ ഒരല്പം കൂടി താഴ്ന്ന പ്രദേശമായിരുന്നു ഇത് എന്ന് സംശയമുണ്ടാവുകയാണ്. വിഗ്രഹവും ഒരല്പം താഴ്ന്നാണ് കാണുന്നത്. അത് ഒരു പക്ഷേ ഇതൊരു നമസ്കാര മണ്ഡപമായിരുന്നുവെങ്കിൽ നമസ്കാര മണ്ഡപത്തിൻ്റെ തട്ടും താഴ്ന്നാണ് കാണുന്നത്. താഴ്ന്ന പ്രദേശം പിന്നീട് എന്തെങ്കിലും നിളാനദിയോട് ചേർന്നാണല്ലോ ഇരിക്കുന്നത്. നിളാനദിയോട് ചേർന്നിരിക്കുന്ന പ്രദേശമായതുകൊണ്ട് പിന്നീട് പ്രകൃതിയിൽ വന്ന എന്തെങ്കിലും മാറ്റങ്ങളാണോ ഈ ഒരു ഭൂമി എങ്ങനെ ഉയരാൻ കാരണമായതും വിഗ്രഹങ്ങൾ ആ പഴയ രീതിയിൽ തന്നെ അതേ പഴയ ഒരു രീതിയിൽ ആ താഴ്ന്ന നിലയിൽ തന്നെ തുടരുകയുമാണോ ഉണ്ടായതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ വിഗ്രഹ സാന്നിധ്യങ്ങൾ കൂടാതെ ഇവിടെ തൃക്കുമാരകുടം ക്ഷേത്രത്തിൽ സർപ്പദൈവങ്ങൾക്കും വലിയ സാന്നിധ്യമുണ്ട്. ചന്ദ്രശേഖര 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 പാഹി മാം ചന്ദ്രശേഖര 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 രക്ഷ മാം. ശുദ്ധവായുവിനെ സൂക്ഷിക്കുവാൻ, ഉഷ്ണകാലത്തെ അകറ്റി നിർത്തുവാൻ ഒക്കെ അരയാലിന് ചുറ്റും പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഗ്രാമജീവിതത്തെ അറിയുവാനുള്ള സൗഭാഗ്യം. തൃക്കുമാരകുടം ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ നാം ഈ അരയാലിനെയും വലം വെച്ച് പ്രാർത്ഥിച്ച് വീണ്ടും മായന്നൂർ നരസിംഹമൂർത്തിക്ക് മുന്നിൽ തന്നെ എത്തുകയാണ്. അവിടുത്തെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ഇനിയും പറയാനുണ്ട്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യ കാഴ്ചകൾ നാം കണ്ടു. എന്നാൽ അതുപോലെ തന്നെ മഹത്തരമായ ചില ഉത്സവ കാഴ്ചകളും അതുപോലെ തന്നെ തെക്കേ മഠവുമായി ബന്ധപ്പെട്ട ചരിത്രവുമൊക്കെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരിൽ നിന്ന് അറിയുമ്പോൾ, ദേശവാസികളിൽ നിന്ന് അറിയുമ്പോൾ അത് നമുക്ക് കൂടുതൽ അറിവ് പകർന്നു തരുന്നതിന് ഉചിതമാകും. കാരണം ജനിച്ച നാൾ മുതൽ കേട്ടു വളർന്ന കഥകളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടവർ സംസാരിക്കുമ്പോൾ തീർച്ചയായും ഈ ദേശത്തെക്കുറിച്ചും ഈ ദേശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കഥകളെക്കുറിച്ചും ഒന്നുകൂടി നന്നായി നമുക്ക് മനസ്സിലാവാനുണ്ടാവുക. അതുകൊണ്ട് തൃക്കുമാരകുടത്ത് നിന്ന് ഇനി മായന്നൂർ നരസിംഹമൂർത്തിക്ക് മുന്നിലേക്ക് വീണ്ടും എത്താം. ഒരു കാലത്ത് ഒരുപാട് പ്രാധാന്യവും പ്രത്യേകതകളും ഉണ്ടായിരുന്നു. പോരാത്തതിന് ബ്രാഹ്മണ ഗൃഹത്തിൻ്റെ അധീനതകളിൽ ഉണ്ടായിരുന്ന ക്ഷേത്രം
പിന്നീട് തെക്കേ മഠത്തിന് കീഴിൽ വന്നു. തെക്കേ മഠത്തിന് കീഴിൽ നിന്ന് ഇന്ന് ക്ഷേത്രോപാസന കമ്മിറ്റി എന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിന് കീഴിലാണ് ക്ഷേത്രത്തിൻ്റെ ഉത്സവകാലത്തിൻ്റെ എല്ലാ പ്രത്യേകതകളും നോക്കുന്നത്. ആറാട്ട് ഗംഭീരമായി പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം പിന്നീട് എല്ലാവരും ഒത്തുചേർന്ന് നിൽക്കുമ്പോൾ ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ ശ്രമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഒരു ഗ്രാമത്തിൻ്റെ ഊർജ്ജം ഉൾക്കൊള്ളുന്നതിന് സമാനമായ ഒരു അനുഭൂതി തന്നെയാണ് പ്രേക്ഷകരിലേക്ക് കൊണ്ടെത്തിക്കുക. നമസ്കാരം. ഇപ്പോൾ ഒരു തെക്കേ മഠത്തിൻ്റെ കീഴിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ ക്ഷേത്രം ഒരു കാലത്ത്. അപ്പോൾ ഇപ്പോൾ തെക്കേ മഠത്തിന് എന്തെങ്കിലും പ്രത്യേകതകളോ പ്രാധാന്യമോ ഇവിടെ എന്തെങ്കിലും ആചാരപരമായിട്ട് എന്തെങ്കിലും ബന്ധമോ ഉണ്ടോ തെക്കേ മഠത്തിന്? തെക്കേ മഠത്തിൻ്റെതായിട്ടാണ് ക്ഷേത്രം ഇപ്പോഴും ഉള്ളത്. പക്ഷേ നടത്തിപ്പ് അവകാശം കമ്മിറ്റിക്ക് എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ ക്ഷേത്ര നടത്തിപ്പ് പൂജാതി കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഉത്സവങ്ങളെല്ലാം നടത്തുന്ന ജനകീയ കമ്മിറ്റിയാണ്. ഇപ്പോൾ എത്ര ഉത്സവമുണ്ട് ഒരു വർഷത്തിൽ? വർഷത്തിലിവിടെ അഷ്ടമിരോഹിണി, പിന്നെ ഭാഗവത സപ്താഹം, പിന്നെ പ്രതിഷ്ഠാദിനം, ഇതുമാതിരിയുള്ള കാര്യങ്ങൾ ഒരു 6-7 ശ്രീകൃഷ്ണ ജയന്തി, നരസിംഹ ജയന്തി, ഇങ്ങനെ ഒരു 6 വർഷത്തിലൊരു വലിയ പരിപാടികളായിട്ട് ഒരു 6-7 പരിപാടികൾ വരാം. അതല്ല, ഈ ഒരു അഷ്ടഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചരിത്രം പറയുന്നുണ്ടല്ലോ, ഇതിനെക്കുറിച്ചുള്ള ഒരു ആധികാരിക രേഖകൾ എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? കലമേ മാകുലു ചെമ്പാമരി വെള്ള എന്ന് നമ്മൾ അഷ്ടഗ്രഹത്തെ പ്രതിപാദിക്കുമ്പോൾ പൊതുവെ പറയാറുണ്ട്. അതിൽ കല എന്നുള്ളതാണ് ആദ്യത്തെ ഗ്രഹം. കല എന്നത് പ്രതിപാദിക്കുന്നത് കലങ്കണ്ടത്തൂരാണെന്നുള്ളത് വ്യക്തമായി എഴുതപ്പെട്ട ചരിത്രത്തിൽ നിന്ന് ലഭ്യമാണ്. MTS നാരായണ സാറിനെ പോലെയുള്ള ചരിത്രകാരന്മാർ വളരെ വൃത്തിയായി എഴുതി വെച്ച ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്നാണ് ഈ വക ചരിത്രങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ആ കലങ്കണ്ടത്തൂർ ഗ്രഹത്തിന്, അല്ലെങ്കിൽ കേരളത്തിൽ ബ്രാഹ്മണ ചരിതം ആരംഭിക്കുന്ന സമയത്ത് തന്നെ അതിന് കലങ്കണ്ടത്തൂർ എന്നും ആ ഗ്രഹത്തിന് കലങ്കണ്ടത്തൂർ ഗ്രഹമെന്നും പേര് വരണമെങ്കിൽ കലങ്കണ്ടത്തൂർ എന്ന ആ നാമധേയം അതിവിശിഷ്യ തന്നെ മുൻകൂട്ടി നിലനിന്നിരിക്കും. അതുകൊണ്ടുകൂടിയാണ് ഈ കലങ്കണ്ടത്തൂരിൻ്റെ പഴക്കവും മറ്റുള്ളതും യുഗാരംഭത്തിലേ ഉണ്ട് എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുന്നത്. മായന്നൂരിലെ നരസിംഹമൂർത്തി സന്താനഗോപാലമൂർത്തിയായി കൂടി മാറുന്നതിന് ഒരു കാരണമുണ്ട്. പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു നിൽക്കുന്ന ഭാവമാണ് മൂർത്തിക്കുള്ളത്. പ്രഹ്ലാദൻ എന്ന ബാലനെ വാത്സല്യപൂർവ്വം അനുഗ്രഹിക്കുന്ന മൂർത്തിയായതുകൊണ്ട് തന്നെയാണ് സന്താനഗോപാലമൂർത്തി ഭാവം ഇവിടെയുള്ളത്. അതുകൊണ്ടാണ് സന്താനങ്ങൾക്ക് രക്ഷയേകുന്ന, അല്ലെങ്കിൽ ബാലികമാർക്ക് രക്ഷയേകുന്ന മൂർത്തിയായി മായന്നൂർ നരസിംഹമൂർത്തിയെ കരുതുന്നത്. ഇപ്പോൾ നാം നിൽക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പഴയ ഭാരവാഹികൾ അല്ലേ, ക്ഷേത്രത്തിൽ നിങ്ങൾ ക്ഷേത്രോപാസന കമ്മിറ്റി അങ്ങനെയല്ലേ പറയാം, ക്ഷേത്രോപാസന കമ്മിറ്റിയുടെ പഴയ അംഗങ്ങളാണ് അവരോടൊപ്പമുണ്ട്. പിന്നെ മാത്രമല്ല ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നാം ഈ സന്താനഗോപാലമൂർത്തി സാന്നിധ്യം എന്ന് പറയുമ്പോൾ അതിൽ വളരെ വ്യക്തമായ അനുഭവം കിട്ടിയ 2 പേർ കൂടി നമ്മോടൊപ്പമുണ്ട്. ഇവരുടെ ഒരു അനുഭവം പറഞ്ഞു കേൾക്കുമ്പോൾ വളരെ ഒരു ഈശ്വരമൂർത്തിയുടെ ശക്തിഭാവത്തെ അത്രത്തോളം പ്രത്യേകതകളോടുകൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാനാവുകയാണ്. നമസ്കാരം. ഒരു 15 വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രത്തിൽ പൂജകളൊന്നും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നില്ല, പൂജകളൊന്നും ഇല്ലാതെ മുടങ്ങിക്കിടക്കുന്നൊരവസ്ഥ. അതെന്തുകൊണ്ടായിരുന്നു അങ്ങനെ വന്നത്? അത് ഈ ക്ഷേത്രത്തിലെ പൂജാരി മരണപ്പെട്ടു. അതോടുകൂടെ അതിൻ്റെ കഴകം വാര്യർ അദ്ദേഹം മരണപ്പെട്ടു. അതിനോടനുബന്ധിച്ച് അടുത്തുള്ള 2-3 പേർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ വന്നു. അവർക്കെല്ലാം അകാല മൃത്യു സംഭവിച്ചു. അതിനുശേഷം ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഈ ക്ഷേത്രം വീണ്ടും പൂജ തുടങ്ങി. 40 ദിവസം പൂജ മുടങ്ങിക്കിടന്നു. അതിന് ശേഷം വീണ്ടും ക്ഷേത്രം പൂജ തുടങ്ങുന്നതിന് വേണ്ടി ഞങ്ങൾ മുന്നിലേക്ക് എല്ലാവരും കൂടി വന്ന് പൂജ തുടങ്ങി. അങ്ങനെ തുടങ്ങി ഒരു ശാന്തികാരനെ കൊണ്ടുവന്ന് പൂജ തുടങ്ങിയതിന് ശേഷം ഞങ്ങളങ്ങനെ നാട്ടുകാരെല്ലാം കൂടി അപ്പോൾ ഇവിടെ സന്താന സൗഭാഗ്യത്തിന് നല്ലൊരു ക്ഷേത്രമാണെന്ന് ഞങ്ങൾ പ്രശ്നവശാൽ കണ്ടു. അപ്പോൾ ആദ്യമായിട്ട് ദമ്പതികളാണ് ജനാർദ്ദനൻ ശാലിനി ദമ്പതികൾ ആദ്യം ഇവിടെ വന്ന് വളരെയധികം ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ച് അവരതിനുള്ള വഴിപാട് നടത്തി. 12 മാസത്തെ ഒരു പൂജയാണ് ഈ സന്താനഗോപാല പൂജ. നിങ്ങൾ എത്ര വർഷമായിട്ട് കുട്ടികളെ? 5 വർഷം കഴിഞ്ഞിട്ടാണ് കുട്ടികൾ ഉണ്ടാവുന്നത്. 4 വർഷം വരെ ആവാതെ ഇരുന്നപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ട്രീറ്റ്മെൻ്റൊക്കെ നടത്തി. അപ്പോൾ വൈദ്യശാസ്ത്രം വിധി എഴുതിയതാണ് നമുക്ക് മക്കളുണ്ടാവില്ല എന്നുള്ളത്.
അപ്പോഴാണ് ഇവിടുത്തെ തിരുമേനി പറഞ്ഞത്, നിങ്ങളൊരു സന്താന പൂജ ഒരു 7 ദിവസം അടുപ്പിച്ച് വന്നിട്ട് എന്നോട് തൊഴുകാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു സന്താന പൂജ കൊടുത്തു. ഈ 7 ദിവസം ഞങ്ങൾ മുടങ്ങാതെ വന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് ആ ഒരു അനുഗ്രഹം നമുക്കെന്തായാലും ഭഗവാന്റെ കയ്യിൽ നിന്നുണ്ടായി. അങ്ങനെ കുട്ടി ഉണ്ടായപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമായിട്ട് ആദ്യം ഇവിടെ അന്നദാനം തുടങ്ങുന്നത് ഇവരാണ്. 28 കഴിഞ്ഞ് 29 ദിവസം ഇവരുടെ വകയാണ് ഇവിടെ ആദ്യത്തെ അന്നദാനം. അത് ഇന്നിപ്പോൾ വളരെയധികം വലിയ മഹാ അന്നദാനത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുക. ക്ഷേത്രത്തിൽ വന്ന് ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനോട് അങ്ങോട്ട് സാഷ്ടാംഗം ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ തരും. പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ആവശ്യപ്പെടുന്നു അത് ഭഗവാൻ അനുഗ്രഹിച്ച് ഭക്തിയോട് കൂടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഭഗവാനോട് ചോദിച്ചാൽ അത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ അതാണ് ഒരുപാട് ദേശങ്ങളിൽ നടക്കുന്ന ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കി. വളരെ ശോചനാവസ്ഥയിലുണ്ടായിരുന്ന ആളുകളാണ് എല്ലാവരും ഇപ്പോൾ ഒരു നല്ല സ്ഥിതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഈ പ്രദേശം തന്നെ വളരെ ഒരു ശാന്തി സമാധാനത്തിന്റെ ഐശ്വര്യത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുക. വിളി കേൾക്കുന്നുള്ള ഒരു അനുഭവം അതെ എല്ലാവർക്കും ഉണ്ട്. ഈ ഒരു ആത്മവിശ്വാസത്തിനപ്പുറത്ത് ഒരു ഈശ്വര ആരാധന കൊണ്ട് മറ്റെന്താണ് ലഭിക്കേണ്ടത്? എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തുരക്ഷിച്ചു കൊള്ളുമെന്ന്, അല്ലെങ്കിൽ എനിക്ക് എന്ത് ദുഃഖമുണ്ട് എന്ന് ആരൊക്കെ വിധി എഴുതിയാലും അത് മാറ്റുവാൻ എൻ്റെ ഈശ്വരനുണ്ട് എന്ന്, എനിക്ക് ഐശ്വര്യം നൽകുവാൻ, സമ്പത്ത് നൽകുവാൻ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ശ്രേയസ്കരമായ ഭാവി നൽകുവാൻ ഒരു ഈശ്വരനുണ്ട് എന്നുള്ള വിശ്വാസത്തിനപ്പുറത്ത് ഒരു മനുഷ്യന് മറ്റെന്താണ് വേണ്ടത്? നരസിംഹ കവചം വക്ഷേ പ്രഹ്ലാദേനോദിതം പുരാ സർവരക്ഷാകരം പുണ്യം സർവോപദ്രവനാശനം സർവസംപദാപ്രദം